അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ഇന്നിപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജി സുധാകരൻ അടക്കമുള്ളവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കൂടുതൽ പേർക്ക് വരാൻ വഴിയൊരുക്കുമെന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ അതിലപ്പുറമാണെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. തളിപ്പറമ്പിൽ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുധാകരന്റെ പാതി മനസ്സ് ബി.ജെ.പിക്കൊപ്പമാണെന്നാണ്. മനസ്സുകൊണ്ട് ജി സുധാകരനും ഭാര്യയും ബി.ജെ.പിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞുവെന്നാണ്. വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തിയെന്ന് പറയുന്നു. വീടിന്റെ ഗേറ്റിൽ വന്ന് സുധാകരൻ സ്വീകരിച്ചു, ഷോൾ അണിയിച്ച് തിരിച്ചും സ്വീകരിച്ചു എന്നാണ് ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവകാശവാദം. വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കുന്നത് പാർട്ടിയിൽ അംഗത്വമെടുക്കലാണ് എന്ന് എങ്ങനെ വ്യാഖ്യാനിക്കും ശ്രീ കൃഷ്ണദാസ്? അല്ല, ജി സുധാകരൻ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നകത്ത് നടക്കുന്ന ചില നടപടികളുടെ ഭാഗമായി, അതല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന കടുത്ത നടപടികൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെ ഏരിയ സമ്മേളനം നടക്കുന്നു. അദ്ദേഹത്തെ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വേദനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ തുറന്നു പറയുകയോ തുറന്ന് പ്രകടിപ്പിക്കുകയോ ചെയ്യും. ഇന്ന് നാം കാണുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷമതകൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ആ പാർട്ടിക്കെതിരെ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടല്ല. അതാണ് പ്രത്യേകമായി കാണേണ്ടത്. അദ്ദേഹം ഏതെങ്കിലും CPM-ന്റെ നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുക, പാർട്ടി വിട്ടുപോകുമെന്ന് പറയുക എന്നുള്ള ഒരു നടപടി സ്വീകരിക്കുക അല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അവിടെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയുടെ ഒരു ഭാഗം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. പലപ്പോഴും ശ്രീ ജി സുധാകരൻ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും, അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്കാണെങ്കിലും, ആലപ്പുഴയിലും കേരളത്തിലും ഒക്കെ നടക്കുന്ന പല പ്രശ്നങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ കവിതയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ചില വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കൊണ്ടായിരിക്കും. ആ തരത്തിലൊരു രാഷ്ട്രീയ ശൈലി, അത് രാഷ്ട്രീയപരമായ ഔന്നിത്യം എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചിട്ടുള്ള ആളാണ് ശ്രീ ജി സുധാകരൻ. അദ്ദേഹം ഇന്ന് സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാട് എന്താണ്? അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലോ അതല്ലെങ്കിൽ CPM-ന്റെ സമ്മേളനങ്ങളിലോ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം കാണിച്ചിട്ടുള്ള ഒരു അവസരമായിരിക്കണം ഒരു പക്ഷേ ശ്രീ KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവിനെ തൻ്റെ വീട്ടിൽ കാണുന്നതിനുള്ള അനുമതി നൽകുക എന്നുള്ളത്. KC വേണുഗോപാൽ അവിടെ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അവിടെ പോകില്ലല്ലോ, ഒരു അനുവാദം ചോദിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഈ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്രയും വലിയ തരത്തിൽ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് വന്നോളൂ, അത് മാധ്യമങ്ങളുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയാണ്. അതുപോലെ തന്നെ അത് മാധ്യമ വാർത്തയാകുന്നതിന് അദ്ദേഹം യാതൊരു ലോഭവും കാണിച്ചിട്ടില്ല. അത് വാർത്തയാകണമെന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊതു മെസ്സേജ് CPM-നകത്തുള്ളവരെ സംബന്ധിച്ചാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ശ്രീ ജി സുധാകരൻ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധമായിട്ട് വേണം കാണാൻ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധത്തിന്റെ സ്വരമായിട്ട് വേണം കാണാൻ. അല്ലാതെ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു നയം സ്വീകരിക്കുന്നുവെന്നോ മറ്റേതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതല്ല. ആ നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ചു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ BJPക്ക് ക്ഷണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPയിലേക്ക് അദ്ദേഹത്തിന് വരുന്നതിൽ യാതൊരു ഒരു കുഴപ്പമുള്ള സാഹചര്യം നിലവിൽ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, താങ്കൾ ഈ ബി ഗോപാലകൃഷ്ണൻ അവകാശപ്പെടുന്ന പോലെ ഷോളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചു എന്നൊക്കെ ആണെങ്കിൽ, അദ്ദേഹത്തിന്റെ പാതി മനസ്സ് BJPക്കൊപ്പമൊക്കെ ആണെങ്കിൽ, ആ പാതി മനസ്സാകുന്ന ഘട്ടത്തിൽ തന്നെ അതങ്ങോട്ട് വെളിപ്പെടുത്തില്ലേ? എന്തിനാണ് രഹസ്യമാക്കി വെച്ചത്? ഇന്നിപ്പോൾ KC പോയ ശേഷമാണല്ലോ ഈ പാതി മനസ്സ് പുറത്തു പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? ശ്രീ ജി സുധാകരൻ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് ഒരു ദേശീയ ബോധമുള്ള രാഷ്ട്രീയ നേതാവാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനോ ഒരു ദേശവിരുദ്ധ പ്രവർത്തനത്തിനോ ചുക്കാൻ പിടിക്കുന്ന ആളുകളോട് എപ്പോഴെങ്കിലും ഏതെങ്കിലും മൃദു സമീപനം കാണിച്ചിട്ടുള്ള ആളല്ല ശ്രീ ജി സുധാകരൻ. ആലപ്പുഴ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് വിശിഷ്ട CPM-ന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളോട് കാണിക്കുന്ന മൃദു സമീപനം, ആ മൃദു സമീപനവും അതോടൊപ്പം അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന വ്യഗ്രതയും
ചെയ്യും. അതാണല്ലോ ഇപ്പോൾ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലെല്ലാം നടക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളുടെ വിഷയങ്ങൾക്കൊരു ആധാരമായിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അവരുടെ അഭിപ്രായം സൂചിപ്പിക്കുന്നത് ഒരു ദേശീയ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. അത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം കാണിക്കുന്ന ഒരു ഔന്നത്യത്തിന്റെ ഭാഗം കൂടിയാണ്. വീട്ടിൽ വരുന്നവരോട് പോകാൻ പറയുമോ? BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ ബി ഗോപാലകൃഷ്ണൻ? അദ്ദേഹം വരുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറണ്ട എന്ന് പറഞ്ഞ് ഗേറ്റ് അടച്ചിടുമോ? അതല്ലല്ലോ. ഏത് രാഷ്ട്രീയ നേതാവായാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയായാലും വീട്ടിലേക്ക് വരുന്നവരോട് കടന്നു പോകൂ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഉടനെ പാതി മനസ്സ് BJPക്കൊപ്പം എത്തി എന്നൊക്കെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം ഇതാ BJPയിലേക്ക് എത്തുകയായി, പകുതി എത്തിക്കഴിഞ്ഞു എന്നെങ്ങനെ പറയും? അല്ല, സ്വാഭാവികമായും ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തും മറ്റൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ അതിൻ്റെ സാഹചര്യവും രാഷ്ട്രീയവും സന്ദർഭവും എല്ലാം ഉണ്ട്. ആ രാഷ്ട്രീയവും സന്ദർഭവും എല്ലാം നോക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഏതെങ്കിലും ഒരു ആശയവിനിമയമോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചകളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറയുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ചിട്ടാണ് എല്ലാവരും പ്രതികരിക്കുക, എല്ലാവരും അത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാവുക. അതായത് ജാവ്ദേക്കർ EPയെ കണ്ടത് രഹസ്യമാക്കി വച്ചതുപോലെ ഒരു നീക്കമായിരുന്നോ? അല്ല, രാഷ്ട്രീയ നേതൃത്വത്തിനെ സംബന്ധിച്ച് പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് ചില കാര്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. EPയെ കണ്ട കാര്യത്തെ സംബന്ധിച്ചാണെങ്കിലും ശ്രീ G സുധാകരനെ കണ്ട കാര്യത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകരോ നേതാക്കന്മാരോ കാണുന്നതിൽ യാതൊരു തെറ്റും കാണുന്ന ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പ് തന്നെയാണുള്ളത്. പക്ഷെ അതേസമയം തന്നെ അത് എപ്പോൾ ജനങ്ങളോട് പറയണം, ഏത് സാഹചര്യത്തിൽ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സമയക്രമമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഥ്യം പാലിക്കേണ്ടതുണ്ട്. ആ സാഹചര്യം എപ്പോഴാണ് എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തികളോ ആ പാർട്ടിയോ ആണ്. ഇപ്പോൾ അതിനുള്ള സമയമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുറത്തു പറയും. ശ്രീ G സുധാകരൻ അതല്ലേ പറഞ്ഞിട്ടുള്ളത്? നേരത്തെ KC വേണുഗോപാൽ വന്നത് വാർത്തയായില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ വാർത്തയാവാത്തതിന് ഒരു കാരണമുണ്ടാകും, ഇപ്പോൾ വാർത്തയാകുന്നതിനും ഒരു കാരണമുണ്ടാകും. അത് തന്നെയാണ്. മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയാണ് പറയുന്നത്. G സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഉത്തരവാദിത്തത്തോടു കൂടി ഒരു പൊതുപരിപാടിയിൽ പറയുകയാണല്ലോ അദ്ദേഹം. അല്ല, അതിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നടന്നിട്ടുള്ള സംഭാഷണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മാത്രമേ അത് പറയാൻ കഴിയൂ. പരിപാടിയിൽ അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളാണോ പറയേണ്ടത്? അങ്ങനെയാണോ പറയുക? അതിനെക്കുറിച്ച് അല്ല സ്മൃതി, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് G സുധാകരൻ നടത്തിയിട്ടുള്ള അതല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയിട്ടുള്ള സംഭാഷണത്തെ സംബന്ധിച്ച് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് പൊതുവേദിയിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. ശ്രീ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തുറന്നു പറച്ചിലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവപരമായിട്ടുള്ള നിലപാടുകളോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാനേ കഴിയാം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്നത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം ഏതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചും അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയുന്നതിന്റെ ശൈലി, ശ്രീ G സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. ഇവിടെ CPM-നെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു അഭിപ്രായം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാൻ. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ കരുനാഗപ്പള്ളി മേഖലയിലും കൊല്ലം ജില്ലയിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ ഒറ്റക്കും തെറ്റക്കും നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായ തുറന്നു പറയലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളോ അല്ല ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPM അകത്ത് നടക്കുന്നത്. ആശയപരമായി അവർ നടത്തുന്ന പ്രവർത്തനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളുകൾ അത് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. നാളിതുവരെ അവരുടെ പാർട്ടി കമ്മിറ്റികളിലോ അവരുടെ പാർട്ടി യോഗങ്ങളിലോ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങൾ, അതല്ലെങ്കിൽ തുറന്നു പറയാൻ കാണിച്ചിരുന്ന ധൈര്യം ഇന്ന് പാർട്ടിക്ക് പൊതുവേദികളിൽ പറയാൻ അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ച് നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ ധൈര്യം കാണിക്കുന്നു, തയ്യാറായിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. അവർക്ക് ആ പാർട്ടി വേദിയിലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന യോഗങ്ങളിലോ ചർച്ചകളിലോ അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിലെല്ലാം അവിടുത്തെ പ്രവർത്തകർ, അവിടുത്തെ നേതാക്കന്മാർ പുറത്തു വന്ന് പറയുന്നത് ഞങ്ങൾക്കിത് അകത്ത് പറയാനുള്ള ബലമില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് അകത്ത് പറയാൻ കഴിയും, പക്ഷെ അത് പറയാനുള്ള അവസരമില്ല. അപ്പോൾ ആ തരത്തിൽ ജനാധിപത്യപരമായ അവസരങ്ങൾ
നിഷേധിക്കപ്പെടുന്ന സ്ഥലത്ത്, അങ്ങനെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ അത് പ്രകടിപ്പിക്കുക ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവത്തിലൂടെ ആയിരിക്കും ശ്രീ ജി സുധാകരൻ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശൈലി തന്നെയാണ്. അതനുസരിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പാർട്ടി നേതൃത്വത്തോട്, അതല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വെക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് പാർട്ടി നേതൃത്വം കാണിക്കുന്ന അവഗണന അല്ലെങ്കിൽ അവജ്ഞ, ഈ രണ്ട് തരത്തിലാണെങ്കിലും അത് അദ്ദേഹം തുറന്നു പറയാൻ വേണ്ടി തയ്യാറായിരിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ മറ്റുള്ള ആളുകളെ കാണുന്നതിലാണ്, മറ്റുള്ള ആളുകളോട് സംവദിക്കുന്നതിലാണ്, അവരുമായി അഭിപ്രായങ്ങൾ പങ്കിടുന്നതിലാണ്. ആ അഭിപ്രായങ്ങൾ അദ്ദേഹം പങ്കിടാൻ തയ്യാറായിരിക്കുന്നു. അത് മാധ്യമങ്ങളോട് പുറത്തു പറയാനും അദ്ദേഹം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.